Good morning all. നമ്മളുടെ റിക്കറൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ്, സോൾവിങ് റിക്കറൻസസ് ആണ് നമ്മുടെ ടോപ്പിക്ക്. അതിൽ ഫസ്റ്റത്തെ മെത്തേഡ് ഐട്രേഷൻ മെത്തേഡാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിക്കേർഷൻ ട്രീ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡായിട്ടുള്ള റിക്കേർഷൻ ട്രീ മെത്തേഡാണ്. ഇതിലെന്താണ് ചെയ്യുന്നത്? റിക്കേർഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മോഡൽസ് ദ കോസ്റ്റ് ഓഫ് എ റിക്കേഴ്സീവ് അൽഗോരിതം. ഒരു റിക്കേഴ്സീവ് അൽഗോരിതത്തിൻ്റെ എക്സിക്യൂഷൻ്റെ കോസ്റ്റിനെ മോഡൽ ചെയ്യുക എന്നുള്ളതാണ് റിക്കേർഷൻ ട്രീയുടെ പ്രത്യേകത. കോസ്റ്റിനെ മോഡൽ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു പ്രോഗ്രാമിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു അൽഗോരിതത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈം ഓഫ് എക്സിക്യൂഷൻ ടൈമാണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിക്കേർസീവ് അൽഗോരിതത്തിൻ്റെ എക്സിക്യൂഷൻ ടൈം എത്രയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്, അതാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റിക്കേർഷൻ ട്രീ മെത്തേഡ് ഈസ് ഗുഡ് ഫോർ ജനറേറ്റിംഗ് ഗസസ് ഫോർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്ന ഒരു മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ചിലപ്പോൾ ഇടയിലുള്ള ഓരോരോ സ്റ്റെപ്പിൽ നമ്മൾ ഗസ് ചെയ്യാണ്. ഇഫ് എ ഈക്വൽ ടു എൻ, അല്ലെങ്കിൽ if the for nth term it would be like that എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഗസസിനെ നമ്മൾ ഉപയോഗിക്കുന്നത് റിക്കേർഷൻ ട്രീ മെത്തേഡാണ്. ഓക്കെ, റിക്കേർഷൻ ട്രീ മെത്തേഡ് ക്യാൻ ബി അൺറിലയബിൾ. ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൽ നമുക്ക് ഗസസ് ഒക്കെ ഉള്ളത് കാരണം നമുക്കതിനെ അൺറിലയബിൾ ആണെന്ന് പറയാം. റിക്കേർഷൻ ട്രീ മെത്തേഡ് പ്രൊമോട്ട്സ് ഇൻറ്റ്യൂഷൻ. ഹൗവർ, ഇൻറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്യും. നമ്മളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് റിക്കേർഷൻ ട്രീ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, in this case only the largest term in the geometric series matters. നമ്മളപ്പോൾ ഇങ്ങനൊരു കേസിൽ വരുമ്പോൾ നമ്മൾ കുറേ ഗസസും കുറേ എന്താ പറയുക അസംഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാർജസ്റ്റ് ടേമിനെ മാത്രമേ നമ്മളിതിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓൾ ഓഫ് ദ അതർ ടേംസ് ആർ swallowed up by the തീറ്റ നൊട്ടേഷൻ. അതായത് അത് നിങ്ങൾ മെത്തേഡ് പഠിക്കുമ്പോൾ മനസ്സിലാവും. സ്മോളർ ടേംസിൻ്റെ വാല്യൂസിനെയൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും എന്നല്ല, അതിൽ ഇൻവോൾവ് ആയി പോവും. ലാർജസ്റ്റ് ടേമിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ മാറ്റർ ചെയ്യുന്നുള്ളൂ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് റിക്കേർഷൻ ട്രീ മെത്തേഡ്. നോക്കി നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് ടി ഓഫ് എന്താ, ഇങ്ങനെയാണ് നമുക്കൊരു ഇക്വേഷൻ തരിക. അപ്പോൾ ആദ്യം തന്നെ റിക്കേർഷൻ ട്രീ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ട്രീ ആക്കുകയാണ്. ഓക്കെ, എന്നിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? എന്നിനെ n/2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് അഗെയിൻ ടു ബിക്കം n/4. അപ്പോൾ ഒരു n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് 2n/2 അല്ലേ? അതുപോലെ സം ഓഫ് 4n/4. ഓക്കെ, അപ്പോൾ ഈ n/4 സ്റ്റേജിൽ, n/4 എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേജിൽ നമ്മൾ ടി ഓഫ് 1 എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും ചെറിയ ടേം, ഏറ്റവും സ്മോളസ്റ്റ് ടേം ആണിത്. അപ്പോൾ അതിനെ നമ്മൾ ടി ഓഫ് 1 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഓക്കെ, അതുപോലെ എല്ലാം n/4 വാല്യൂവിന് നമ്മൾ ടി ഓഫ് 1 ആണ് അസ്യൂം ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഫസ്റ്റത്തെ n എന്ന് പറയുന്നത് എന്താ? n/2⁻0. അപ്പോൾ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് അവിടെ 1 ആണ്, ഡെപ്ത്ത് 1 ആണ്, ലെവൽ നമ്പർ 1 ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യല്ല, എത്ര നോഡ് ഉണ്ടെന്നുള്ളതും ഡെപ്ത്ത് എത്രയാണെന്നുള്ളതും ലെവൽ എത്രയാണെന്നുള്ളതും കോസ്റ്റും അസ്യൂം ചെയ്യും. കോസ്റ്റിന് നമ്മൾ n എന്നാണ് കൊടുക്കുന്നത്. അതായത് ടി ഓഫ് 1 തന്നിട്ടുള്ള വാല്യൂ n ആണ്. അതുകൊണ്ട് ഓക്കെ, ടി ഓഫ് 1 നമ്മൾ n എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോക്കൂ, സപ്പോസ് ദാറ്റ് ദ ലാസ്റ്റ് റോ ഈസ് ദ ലാസ്റ്റ് ലെവൽ ഇൻ ദ ട്രീ. ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ട്രീയുടെ ലാസ്റ്റ് ലെവലാണ്. ദെൻ അറ്റ് ദ ലാസ്റ്റ് ലെവൽ സൈസ് ബിക്കംസ് കോൺസ്റ്റൻറ്റ്. കണ്ടോ സൈസ് നോക്കുക. ഇവിടെ n/2⁻i, ഇവിടെ n/2⁻1, n/2⁻2, n/2⁻3 എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം n/2⁻i ആണ് ഇവിടെ വരുന്നത്. കണ്ടോ, അവിടെ നമ്പർ ഓഫ് നോഡ്സ് അത് ഇതിനെ ജനറലൈസ് ചെയ്തിരിക്കുകയാണ്, ഗസ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ താഴെ 2⁻i നോട്ട്സ്, നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡെപ്ത്ത് i ആയിരിക്കും. ദെൻ i+1 ആണ് അതിൻ്റെ ലെവൽ, അതുപോലെ തന്നെ n ആണ് അതിൻ്റെ കോസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗസ് ചെയ്ത് വെച്ചു, ഇൻറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ
ഏറ്റവും ലാസ്റ്റ് ലെവലിൽ കോസ്റ്റ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? എല്ലാ ലെവലിലും കോസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് n ആണ്. T(1) = n ആണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലെവലിൽ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് n ആണ്. അതായത് n/2i എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, സോ n/2i ഏറ്റവും മിനിമം T(1) എന്ന് പറയുന്നതിനെ നമ്മൾ എന്താക്കി കൊടുത്തു? ഏറ്റവും ലാസ്റ്റ് ലെവലിൽ ആ സൈസ് ബിക്കം കോൺസ്റ്റൻറ്റ്. അപ്പോൾ അവിടെ T(1) എന്ന് പറയുന്നതിനെ 1 ആക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ n/2i = 1 എന്ന് പറഞ്ഞു. ഓക്കെ, n/2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ലാസ്റ്റ് ലെവലിൻ്റെ സൈസാണ്. ആ സൈസ് എന്താണെന്നാണ് പറഞ്ഞത്? ബിക്കം കോൺസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ n/2i = 1 എന്നാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. അവിടെ നമ്മൾ log(2) രണ്ട് സൈഡിലും log എടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? n/2iയുടെ ലോഗ് ഫംഗ്ഷൻ എടുത്തപ്പോൾ i എന്ന ആൻസർ കിട്ടി. ദെൻ 1ൻ്റെ ലോഗ് എടുത്തപ്പം log(n) എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ അവിടെ i = log(n) എന്ന് പറഞ്ഞാൽ i ആണ് ഇവിടുത്തെ ഡെപ്ത് അല്ലേ? ഡെപ്തിൻ്റെ വാല്യൂ എന്താണ്? i ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് എന്തായി കിട്ടി? log(n) ആയി കിട്ടി. നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുന്നത് എന്തായി? log(n + 1) ആയി. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് കാണേണ്ടത് എന്താണ്? ഇതിൻ്റെ മൊത്തം റണ്ണിങ് ടൈമാണ് അല്ലേ? റണ്ണിങ് ടൈം ഓഫ് ദ ഗിവൺ റിക്കറൻസ് ഇസ് ദ സം ഓഫ് കോസ്റ്റ് അറ്റ് ഈച്ച് ലെവൽ ആൻഡ് there are log(n + 1) ലെവൽസ് ഇൻ ടോട്ടൽ. അതായത് മൊത്തം നമുക്ക് കിട്ടേണ്ടത് മൊത്തം റിക്കറൻസിൻ്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഓരോ ലെവലിലുമുള്ള കോസ്റ്റിൻ്റെ സമ്മും അതുപോലെ തന്നെ ഇവിടെയുള്ള ലെവലുകളുടെ എണ്ണം നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുന്നത് എന്തായി കിട്ടി? log(n + 1) ആണ്. അപ്പോൾ log(n + 1) ലെവൽസ് ഉണ്ട്. അതിലെ ഓരോ ലെവലിൻ്റെയും സം ഓഫ് കോസ്റ്റ് ആണ് എന്ത് പറയുന്നത്? ഓരോ ലെവലിൻ്റെയും കോസ്റ്റിൻ്റെ സമ്മാണ് ടോട്ടൽ റിക്കറൻസിൻ്റെ റണ്ണിങ് ടൈമായിട്ട് കണക്കാക്കുന്നത്. കണ്ടോ? T(n) എന്ന് പറയുന്നത് n + n + n + n + n അങ്ങനെ എത്ര ടൈംസ് വേണം? log(n + 1) ടൈംസ് വേണം. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? തന്നിരിക്കുന്ന ഇക്വേഷനെ ഒരു റിക്കേർഷൻ ട്രീ ആക്കി. എങ്ങനെ? T(n) എന്ന് പറഞ്ഞാൽ 2 × T(n/2) ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ T(n)നെ 2 T(n/2) ആക്കി ഡിവൈഡ് ചെയ്തു. പിന്നെയോ n/2നെ വീണ്ടും 2 n/2 ആക്കി. അഗെയിൻ 2 × T(n/2) കൂടെ വീണ്ടും അപ്ലൈ ചെയ്തു. അപ്പോൾ വീണ്ടും n/4 ആയി. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് +n ആണ് അവസാനം. അതായത് ഇവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? 2 × T(1/2) + n ആയി മാറും. അപ്പോൾ അവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് n ആയി മാറും. ഓക്കെ, അതാണ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓരോ ലെവലിലും ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. കോസ്റ്റ് ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്പർ ഓഫ് ലെവൽസ് log(n + 1) എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ? ഈ ഒരു ഇക്വേഷൻ നമ്മൾ അസ്യൂം ചെയ്തു. കുറേ ലെവലുകൾ പോയി ith ലെവലിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കി. ith ലെവലിൽ നമുക്ക് കിട്ടുന്നത് 2i ആണ്. n/2i ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. കോസ്റ്റ് എന്ന് പറയുന്നതും n ആണ്. എല്ലാ ലെവലിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ ലാസ്റ്റ് ലെവലിൽ എന്താവുമെന്നാണ് പറഞ്ഞത്? ഇറ്റ് ബിക്കം കോൺസ്റ്റൻറ്റ്. സൈസ് ബിക്കം കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോയി അവസാന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സൈസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അവിടുന്ന് ഒരു ചേഞ്ച് ഇല്ല. ആ സൈസ് പിന്നെ മാറില്ല. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. കോൺസ്റ്റൻ്റ് ആകുമ്പം T(n) എന്ന് പറയുന്നത് 1 ആക്കി കൊടുത്ത് n/2i എന്ന് പറയുന്നത് എന്തായി? = 1 ആയി. രണ്ട് സ്ഥലത്തും log(2) എടുത്തു. ബോത്ത് സൈഡ് രണ്ട് സൈഡിലും അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. i = log(n) കിട്ടി. ഇനി അതുപോലെ തന്നെ i എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്താണ് അല്ലേ? ഈ nth ലെവലിൻ്റെ ഡെപ്താണ് i എന്ന് പറയുന്നത്. അപ്പോൾ i log(n) ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുന്നത് അപ്പോൾ i + 1 ആണ്. അതായത് log(n + 1) ആണെന്ന് കിട്ടി. ഓക്കെ, നമ്പർ ഓഫ് ലെവലിൽ log(n + 1) ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഇക്വേഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, റണ്ണിങ് ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ ലെവലിലുമുള്ള കോസ്റ്റിൻ്റെ സമ്മാണ്.
അല്ലേ? അപ്പോൾ എത്ര ലെവലുണ്ട്? ലോഗ് n പ്ലസ് 1 ലെവലുണ്ട്. അപ്പോൾ ലോഗ് n പ്ലസ് 1 ലെവലിൽ എത്രയാണ്? ഓരോ ലെവലിൻ്റെയും കോസ്റ്റ് എത്രയാണ്? n ആണ്, അല്ലേ? അപ്പോൾ ലോഗ് n പ്ലസ് 1 ലെവലുണ്ട്, ആ ഓരോ ലെവലിൻ്റെയും കോസ്റ്റ് n ആണ്. ദെൻ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു n ഇൻറ്റു ലോഗ് n പ്ലസ് 1. ഓക്കെ, n പ്ലസ് അങ്ങനെ എത്ര തവണ വേണം? ലോഗ് n പ്ലസ് 1 ടൈം വേണം. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ലോഗ് n പ്ലസ് 1. n ഇൻറ്റു ലോഗ് n പ്ലസ് 1നെ വീണ്ടും എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് n ലോഗ് n പ്ലസ് n ലോഗ് n പ്ലസ് n എന്ന് പറഞ്ഞാൽ n ചെറുതാണ്, n ലോഗ് n വലുതുമാണ്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഓർഡറാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ രണ്ട് ടേമാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനെ സോൾവ് ചെയ്തൊക്കെ ഇപ്പം നമുക്ക് കിട്ടിയത് ടി ഓഫ് n ഈക്വൽ ടു n ലോഗ് n പ്ലസ് n ആണ്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ടേം എന്ന് പറയുന്നത് n ലോഗ് n ആണ്. സോ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ റണ്ണിങ് ടൈം ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് ഓർഡർ ഓഫ് n ലോഗ് n. ഹയസ്റ്റ് ടേം ആണ് എടുക്കേണ്ടത്, അതുകൊണ്ടാണ് ദ കോംപ്ലക്സിറ്റി ഈസ് ഓർഡർ ഓഫ് n ലോഗ് n. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഇനി അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ടി ഓഫ് n ഈക്വൽ ടു 2 ഇൻറ്റു ടി ഓഫ് n ബൈ 2 പ്ലസ് n സ്ക്വയർ ആണ്, അല്ലേ? അപ്പോൾ n സ്ക്വയറിൻ്റെയാണ് നമ്മൾ കാണുന്നത്. n സ്ക്വയറിനെ ഡിവൈഡ് ചെയ്തു, അതിനെ n സ്ക്വയർ ബൈ 2 സ്ക്വയർ ആക്കി, n ബൈ 2 ഹോൾ സ്ക്വയർ ആക്കി, അതിനെ 2 ഇതാക്കി ഡിവൈഡ് ചെയ്തു. ദെൻ അഗെയിൻ ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ ലെവൽസ് കണ്ടുപിടിച്ചു. ഇതിലത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കൂ, n സ്ക്വയർ ഈക്വൽ ടു n സ്ക്വയർ ബൈ 4 റേസ് ടു 0. കണ്ടോ? n സ്ക്വയർ ബൈ 4 റേസ് ടു 0. ദെൻ n സ്ക്വയർ ബൈ 4 റേസ് ടു 1, 4 റേസ് ടു 2. ഇവിടെ 4 റേസ് ടു 0 ആണ്, ഇവിടെ 4 റേസ് ടു 1 ആണ്, ഇവിടെ 4 റേസ് ടു 2 ആണ് ഈ ലെവലിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് എങ്ങോട്ടെത്തി? n സ്ക്വയർ ബൈ 4 റേസ് ടു i. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് നോട്ട്സ് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതി, ഡെപ്ത് എഴുതി, ലെവൽ എഴുതി. ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? n സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. അതൊക്കെ ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ടി ഓഫ് n ഈക്വൽ ടു n സ്ക്വയർ ആണ് അതിൻ്റെ കോസ്റ്റ്. ടി ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്തായി മാറും? ടി ഓഫ് 0 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അവിടെ n സ്ക്വയർ ആണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. n സ്ക്വയർ, പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ n സ്ക്വയർ ബൈ 2, ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ n സ്ക്വയർ ബൈ 4, നെക്സ്റ്റിൽ n സ്ക്വയർ ബൈ 8. അങ്ങനെ ഓരോന്നിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിച്ചു. സപ്പോസ് ദാറ്റ് ലാസ്റ്റ് റോ ഈസ് ദ ലാസ്റ്റ് ലെവൽ, ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ സൈസ് ഒരു കോൺസ്റ്റൻ്റ് ആയി മാറും, പിന്നെ അത് ഡിവൈഡ് ചെയ്ത് പോവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് അസ്യൂം ചെയ്തു? n സ്ക്വയർ ബൈ 4 റേസ് ടു i ഈക്വൽ ടു 1 എന്ന് അസ്യൂം ചെയ്തു. ദെൻ n സ്ക്വയർ ഈക്വൽ ടു 4 റേസ് ടു i, ഈ 4 റേസ് ടു ഐനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ n സ്ക്വയർ ഈക്വൽ ടു 4 റേസ് ടു i. അവിടെയും നമ്മൾ എന്ത് ചെയ്തു? ലോഗ് രണ്ട് സൈഡിലെടുത്തു. n സ്ക്വയറിനെ നമുക്ക് 2 log n എന്ന് കിട്ടി. log ഓഫ് n സ്ക്വയർ ഈക്വൽ ടു 2 log n എന്ന് കിട്ടി. അതുപോലെ തന്നെ log ഓഫ് 4 റേസ് ടു i ഈക്വൽ ടു i log 4 എന്ന് കിട്ടി. 2 log n ഈക്വൽ ടു i ഇൻറ്റു log 4 എന്ന് ചെയ്തതിനെ 2 ഇൻറ്റു, അപ്പോൾ ഈ 4നെ log 4ലെ 4നെ എന്താ ചെയ്തത്? 4നെ വീണ്ടും 2 സ്ക്വയർ നട്ടത്. അപ്പോൾ അതിൻ്റെ പവറിനെ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ എടുക്കാം. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഈ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ലോഗ് ഫംഗ്ഷൻസും കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന്. ആ അപ്ലൈ ചെയ്യലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ലോഗ് n സ്ക്വയർ ഈക്വൽ ടു 2 log n, അതാണ് നമ്മളുടെ ഒരു ഇക്വേഷൻ. ഓക്കെ, അതുപോലെ log a റേസ് ടു b ഈക്വൽ ടു b log a, log b റേസ് ടു a ഈക്വൽ ടു a log b. അത് നമ്മളുടെ ഒരു ജനറൽ ഇക്വേഷനാണ്. ആ ഇക്വേഷനാണ് നമ്മളിപ്പോൾ അവിടെ അപ്ലൈ ചെയ്തത്. രണ്ട് സൈഡിലും ലോഗ് എടുത്തപ്പോൾ അപ്ലൈ ചെയ്തത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടാണ് 2 log n ഈക്വൽ ടു എന്താ കിട്ടിയത്? 2 log n ഈക്വൽ ടു 2 ഇൻറ്റു i log 2 എന്ന് പറഞ്ഞ് കിട്ടിയത്. ഓക്കെ, 2 log n ഈക്വൽ ടു 2 ഇൻറ്റു i log 2 എന്ന് കിട്ടി. ഓക്കെ, log 2 എന്നതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അതും നമ്മൾ മുൻ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനായിട്ട് പഠിക്കേണ്ടതാണ്. log 2 ഈക്വൽ ടു 1. log 2 1 ആയി കഴിഞ്ഞാൽ ദെൻ i ഈക്വൽ ടു, അതായത് 2 ഈക്വൽ ടു 2i എന്നാ പറയാം. 2 log n ഈക്വൽ ടു 2i എന്ന് പറയാം. 2 log n ഈക്വൽ ടു 2i എന്ന് പറയാം. ഓക്കെ, log 2 ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 log n ഈക്വൽ ടു 2i. ദെൻ 2 രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളയാം. ദെൻ log n ഈക്വൽ ടു i എന്ന് കിട്ടി.
എങ്ങനെയാണത് സോൾവ് ചെയ്തത് മനസ്സിലായല്ലോ അല്ലേ? log n ഈക്വൽ ടു ഐ എന്ന് കിട്ടി. അപ്പോൾ ഐയുടെ വാല്യൂ log n ആണെന്ന് കിട്ടി. ഐ ആണ് എന്ത്? ഇവിടുത്തെ ഡെപ്ത്ത്. ഓക്കെ, ഐ ആണ് ഇവിടുത്തെ ഡെപ്ത്ത്. അപ്പോൾ ഐ log n ആണെങ്കിൽ log n + 1 ആണ് ഇവിടത്തെയും നമ്പർ ഓഫ് ലെവൽസ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുന്ന ജനറൽ സംഭവം എന്താണ്? ആദ്യം തന്നെ നമ്മൾ അതിനെ റിക്കേർഷൻ ട്രീ ആക്കി മാറ്റും. ട്രീയുടെ ലാസ്റ്റ് ലെവൽ ഐ വെച്ചിട്ട് നമ്മൾ nth ലെവലിനെ അല്ലെങ്കിൽ ith ലെവൽ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കും. ആ ജനറൽ ഇക്വേഷനിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് ഏറ്റവും ലാസ്റ്റ് ലെവലിൽ അതിൻ്റെ സൈസ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സൈസ് കോൺസ്റ്റൻ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ സൈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സൈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുത്തതിൽ നിന്ന് ഐയുടെ വാല്യൂവിനെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ നിന്ന് ഐയുടെ വാല്യൂവിനെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തു. ഐയുടെ വാല്യൂ ജനറേറ്റ് ചെയ്തെടുത്താൽ i+1 ആണ് നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്പർ ഓഫ് ലെവൽസ് കിട്ടിയാൽ ഓരോ ലെവലിൻ്റെയും കോസ്റ്റിനെ ആഡ് ചെയ്താൽ എത്ര ലെവൽ ഉണ്ട് എന്ന് വെച്ചാൽ അത്രയും ടൈംസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, അതാണ് നമ്മളിവിടെ എല്ലാറ്റിലും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അതുപോലെ ഐയുടെ ലെവല് നമുക്ക് കിട്ടി, ഐയുടെ വാല്യൂ നമുക്ക് കിട്ടി. ദെൻ നമ്പർ ഓഫ് ലെവൽസ് കിട്ടി. നമ്പർ ഓഫ് ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഓരോ ലെവലിൻ്റെയും സം ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ log n + 1 ലെവൽ ഉണ്ട് ഇവിടെ. പക്ഷേ ഓരോ ലെവലിൻ്റെയും കോസ്റ്റ് വ്യത്യാസമുണ്ട്. കണ്ടോ, n² ആണ് ആദ്യത്തെ ലെവലിൻ്റെ കോസ്റ്റ്, n/2 ആണ്, n²/2 ആണ് രണ്ടാമത്തെ ലെവലിൻ്റെ കോസ്റ്റ്, n²/4 ആണ് മൂന്നാമത്തെ ലെവലിൻ്റെ കോസ്റ്റ്. അപ്പോൾ അതിനെ ജനറലൈസ് ചെയ്തെടുത്തു. എങ്ങനെ? 1 + 1/2 + 1/4 + 1/8. അപ്പോൾ അവിടെ നിന്ന് എന്താ ചെയ്തത്? കോമൺ ടേം ആയിട്ടുള്ള n² നമ്മൾ പുറത്തേക്ക് എടുത്തു. ഓക്കെ, കോമൺ ടേം ആയിട്ടുള്ള n² പുറത്തേക്ക് എടുത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം കൂടി ആഡ് ചെയ്തു. അപ്പോൾ അവിടെ 1 + 1/2 + 1/4 + 1/6 etc. + 1/n എന്ന് പറയുന്നത് ഒരു ജനറൽ ഇക്വേഷനാണ്. ഓക്കെ, ആ ജനറൽ ഇക്വേഷൻ്റെ സമ്മ് കാണാൻ ഉള്ള ഒരു ജോമെട്രിക് പ്രോഗ്രഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ് ഈ പറയുന്നത്. എന്ത്? 1/2 + 1/4 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ സോൾവ് ചെയ്യാനുള്ള നമ്മളുടെ കയ്യിലുള്ള ഫോർമുലയാണ് n² × 1. ഓക്കെ, അപ്പോൾ അതാണ് ഈ സമ്മ് കാണാൻ അങ്ങനെ ഫോർമുലയല്ല, അങ്ങനെ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ 1/2 + 1/4 + 1/8 + 1/16 ആ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, 1 + 1/2 + 1/4 + 1/8 എന്ന് പറഞ്ഞിട്ടുള്ള ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആൻസറാണ് 1 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? n² × 1 ആയി മാറി. n² × 1 ഒരൊറ്റ ടേമേ ഉള്ളൂ. അതിൽ നമ്മൾ റണ്ണിങ് ടൈം കാണുമ്പോൾ ഏതാണ് എടുക്കുക? n² ആണ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ്റെ റിക്കറൻസിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് T(n) എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n² ആണ്. ഓക്കെ, ഇനി ഇതുപോലെ നിങ്ങൾ ഈ ഒരു എക്സാമ്പിളും കൂടിയും ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇതാണ് തേർഡ് വൺ. ദിസ് എക്സാമ്പിളും ഇതേപോലെ ഒന്ന് തനിയെ ഒന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് റിക്കേർഷൻ ട്രീ മെത്തേഡ്. ഓക്കെ, ഇതും അതുപോലെ തന്നെ ഒരു റിക്കേർഷൻ ട്രീ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിസ്ക്രിപ്ഷനാണ്. നോക്കുകയാണ്, മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക കേട്ടോ. എങ്ങനെയാണ് ആ ട്രീ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു എക്സാമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക, അപ്പോൾ പറഞ്ഞു തരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് മേക്കിംഗ് എ ഗുഡ് ഗസ് മെത്തേഡ്. അതായത് ഏറ്റവും നല്ല ഗസ് മെത്തേഡ്, നല്ലൊരു ഗസ് മെത്തേഡാണിത്. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഗസ് ദ ഫോം ഓഫ് ആൻസർ. നമ്മൾ ആൻസർ ഇന്നതാണ്, ആൻസർ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഗസ് ചെയ്യും. ആൻഡ് ദെൻ യൂസ് ഇൻഡക്ഷൻ പഠിച്ചിട്ടില്ലേ? ഡിഡക്റ്റീവ് മെത്തേഡും ഇൻഡക്റ്റീവ് മെത്തേഡും പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടു ഫൈൻഡ് ദ കോൺസ്റ്റൻസ്, അതിൻ്റെ കോൺസ്റ്റൻസിനെ കണ്ടുപിടിക്കും. ആൻഡ് ഷോ ദാറ്റ് ദ സൊല്യൂഷൻ വർക്ക്സ്.
എന്നിട്ട് പറയും കണ്ടോ നമ്മൾ പറഞ്ഞ സൊല്യൂഷൻ ശരിയാണ് എന്നുള്ളത് പറയും. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. മെർജ് സോർട്ടിൻ്റെ റിക്കറൻസ് റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. ടി ഓഫ് എൻ ഈക്വൽ ടു 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് സി എൻ. മെർജ് സോർട്ടിൻ്റെ റിക്കറൻസ് റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. ടി ഓഫ് എൻ ഈക്വൽ ടു 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് സി എൻ. അപ്പോൾ ഇതിലെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, പിന്നെ വി ഗസ് ദാറ്റ് ദ ആൻസർ ഈസ് ഓർഡർ ഓഫ് എൻ log n. ഓർഡർ ഓഫ് എൻ log n ആണ് ആൻസർ എന്ന് നമ്മൾ അങ്ങോട്ട് ഗസ് ചെയ്യും. എന്നിട്ട് അതിനെ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ തീറ്റ ഓഫ് എൻ log n, ഓം ഓഫ് എൻ log n ഉം തീറ്റ ഓഫ് എൻ log n ഉം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബിഗ് ഒമേഗ, ബിഗ് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. ടി ഓഫ് എൻ ഈക്വൽ ടു 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് എൻ. അതിൽ ഗസ് ടി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എൻ ലോഗ് എൻ ഫോർ സം കോൺസ്റ്റൻറ്റ് സി, ദാറ്റ് ഈസ് ടി ഓഫ് എൻ ഈക്വൽ ടു ഓർഡർ ഓഫ് എൻ ലോഗ് എൻ ആണെന്ന് ഗസ് ചെയ്തു നമ്മൾ. ടി ഓഫ് എൻ എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ log n ആണെന്ന് ഗസ് ചെയ്തു. അങ്ങനെ ഗസ് ചെയ്താൽ നമുക്ക് ഒരു ഇൻഇക്വാളിറ്റി എഴുതാൻ പറ്റും. അതാണ് ഇപ്പം നേരത്തെ എഴുതിയ ടി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എൻ log n. ഓക്കെ, അപ്പോൾ സി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണല്ലോ, കോൺസ്റ്റൻറ്റ് ടൈം ആണ് എന്നെ ആഡ് ചെയ്യണത്. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ടി ഓഫ് എൻ ഈക്വൽ ടു, അതായത് ടി ഓഫ് 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് എൻ. അതാണ് ടി ഓഫ് എന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2ന് എന്തെഴുതി? സി ഓഫ് എൻ ബൈ 2 ലോഗ് എൻ ബൈ 2. അവിടെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. കണ്ടോ? ടി ഓഫ് എൻ ബൈ 2നെ എന്താക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ടി ഓഫ് എന്നിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതെന്ന് മനസ്സിലായോ? ആദ്യം നമുക്ക് ടി ഓഫ് എന്നിന് എന്ത് കൊടുത്തു? ടി ഓഫ് എൻ ബൈ 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് എൻ. ഇതല്ലേ നമ്മളുടെ ഇക്വേഷൻ. ഇതിൽ നമ്മൾ ഗസ് ചെയ്തത് എന്താ? ടി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എൻ ലോഗ് എൻ ആണെന്ന് നമ്മൾ ഗസ് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ ഗസ് ചെയ്തതാണ്. ഈ ഗസ് ചെയ്തത് ഇക്വേഷൻ ഇവിടെ കൊടുത്തു. എവിടെ? ടി ഓഫ് എന്നിൻ്റെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ടി ഓഫ് എന്നിനെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ടി ഓഫ് എൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് എൻ ആണ് അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതിനെന്ത് കൊടുത്തു? 2 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2ന് പകരം ഇവിടെ മുകളിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ കൊടുത്തു. എന്ത്? ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താന്നാ കൊടുത്തത്? 2 ഇൻറ്റു എന്താണ്? സി എൻ log n ആണ് അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ എഴുതുന്നത് ടി ഓഫ് എൻ ബൈ 2 ആണ്. അപ്പോൾ എൻ ഉള്ളിടത്തൊക്കെ എന്ത് വരണം? എൻ ബൈ 2 വരണം. അപ്പോൾ എൻ ബൈ 2 ലോഗ് എൻ ബൈ 2 അത്രയും കൊടുത്തു പ്ലസ് എൻ. ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത്. ഓക്കെ, ഇനി ഈ 2വിനെ ഇവിടെ സോൾവ് ചെയ്തു. 2വിനെ സോൾവ് ചെയ്ത് അവസാനം കിട്ടിയ ഒരു ഇക്വേഷനാണ് സി എൻ log n ബൈ 2. അതായത് 2വിനെ ഉള്ളിലേക്ക് എടുത്താൽ എന്താ ഉണ്ടാവുക? 2 ഇൻറ്റു എൻ ബൈ 2 ലോഗ് എൻ ബൈ 2 അല്ലേ? അപ്പോൾ അവിടെ ഈ എൻ ബൈ 2ൻ്റെ 2ഉം, അതായത് ഈ 2ഉം കട്ട് ചെയ്ത് പോവും. ഓക്കെ, അങ്ങനെ ഈ 2ഉം കട്ട് ചെയ്ത് പോയി അവിടെ എന്ത് വന്നു? എൻ ലോഗ് എൻ ബൈ 2. ഓക്കെ, അപ്പോൾ അവിടെ എൻ ലോഗ് എൻ ബൈ 2 ഉണ്ട്. അതുപോലെ ഇവിടെ സി എൻ ലോഗ് എൻ ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു സി വിട്ടുപോയിട്ടുണ്ട് എഴുതാൻ. ഇവിടെ ഒരു സി വിട്ടുപോയിണ്ടായിരുന്നു. ഓക്കെ, അതാണ് സംഭവിച്ചത്. സി എൻ ലോഗ് എൻ ആണ്. അപ്പോൾ സി ഇൻറ്റു എൻ ബൈ 2 ലോഗ് എൻ ബൈ 2 ആണ് എഴുതേണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയപ്പോൾ ഈ 2 2ഉം കട്ട് ചെയ്ത് പോയി. ഈ 2 2ഉം കട്ട് ചെയ്ത് പോയപ്പോൾ ബാക്കിയുള്ളത് സി എൻ ലോഗ് എൻ ബൈ 2 കണ്ടോ? പ്ലസ് എൻ. ഓക്കെ, ഇതിനെ പിന്നെ നമ്മൾ എന്താ ചെയ്തത്? സി എൻ ലോഗ് എൻ മൈനസ് സി എൻ ലോഗ് 2. അതെങ്ങനെ കിട്ടി? ലോഗ് എൻ ബൈ 2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് എൻ മൈനസ് ലോഗ് 2 എന്ന് എഴുതാൻ പറ്റും.
log n by 2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? log n മൈനസ് log 2 എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് വീണ്ടും cnനെ ഉള്ളിലേക്ക് എടുത്തു. ഓക്കെ, അഗെയിൻ അതിനെ എന്ത് ചെയ്തു? log 2 ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിരുന്നില്ലേ? log 2 ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. log 2നെ 1 ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദെൻ ബാക്കി വരുന്നത് ഏതാണ്? cn മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതാ cn log n മൈനസ് cn പ്ലസ് n ഇഫ് c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ആ ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ, ഇഫ് c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ദസ്, അപ്പോൾ ഇവിടെ ഓർഡർ എന്തായി? ഇപ്പോൾ ഇവിടെ 3 ടേം കിട്ടിയില്ലേ നമുക്ക്? cn log n, cn n. ഈ 3 ടേമിൽ ഗ്രേറ്റസ്റ്റ് ടേം അല്ലേ നമ്മൾ എടുക്കുക കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ? അപ്പോൾ ഇതിൽ ഗ്രേറ്റസ്റ്റ് ടേം എന്താ? cn log n. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് n log n. അപ്പോൾ നമ്മളവിടെ അസ്യൂം ചെയ്തത് എന്താണോ അതിലേക്ക് തന്നെ നമ്മൾ എത്തി. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ അസ്യൂം ചെയ്യുക, ഫോർ സം കോൺസ്റ്റൻറ്റ് c എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്ത് അത് അപ്ലൈ ചെയ്ത് വീണ്ടും അതിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുക. ഓക്കെ ആണോ? ഇനിയുള്ളത് മാസ്റ്റർ തിയറാണ്. അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത് 2 മെത്തേഡാണ് നമ്മൾ പഠിച്ചത്, റിക്കേർഷൻ ട്രീ മെത്തേഡും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും. ഓക്കെ, താങ്ക് യു.